ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇളനീർ പുഡിംഗ് റെസിപ്പി ഉണ്ടാക്കുന്നത്. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസും കുറച്ച് ടൈമും മതി ഈ ഒരു പുഡിംഗ് ആക്കാൻ. അപ്പോൾ ഈ പുഡിംഗ് എങ്ങനെ ആക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഇളനീരിൻ്റെ വെള്ളവും പിന്നെ അതിൻ്റെ പൾപ്പും സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ യൂസ് ആക്കുന്നത് ഒരു 2 ഇളനീർ, ഇതിൽ വെള്ളം കുറച്ച് കുറവായതുകൊണ്ട് ഒരു 2 ഇളനീർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇളനീരിൻ്റെ വെള്ളം എടുത്തിട്ടായി. പിന്നെ നമുക്ക് ചൈനാഗ്രാസ് വേണം. അപ്പോൾ ഈ ഇളനീരിൻ്റെ 1.5 ഗ്ലാസ് വെള്ളത്തിൽ നമുക്കൊരു 8-10 ഗ്രാം ചൈനാഗ്രാസ് ഒരു 5 മിനിറ്റ് നമുക്കതിനെ സോക്കാക്കിയിട്ട് പിന്നെ അതിനെ മെൽട്ടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ പൾപ്പ് റെഡി ആയിന്. ഈ പൾപ്പിന് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കണ്ടൻസ് മിൽക്കും കൂടി ആഡാക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചാര ഇട്ട് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ഇടുമ്പോൾ നല്ല ക്രീമി ടെക്സ്ചർ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടിൻ കംപ്ലീറ്റ് ആയിട്ട് ഇടാം, നല്ലോണം സ്വീറ്റ് വേണമെന്നുണ്ടെങ്കിൽ. ഞാനിവിടെ ഇതിൽ 1/4 ഭാഗം കണ്ടൻസ് മിൽക്ക് ആഡ് ആക്കുന്നുള്ളത്. ഇനി ഇതിനെ നല്ല സോഫ്റ്റായിട്ട് ബ്ലെൻഡാക്കിയിട്ട് എടുക്കണം. ഫസ്റ്റ് ടൈം ബ്ലെൻഡാക്കുമ്പോൾ ഇതിൻ്റെ ചെറിയ ജാർ യൂസ് ആക്കിയിട്ട് ബ്ലെൻഡാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ബ്ലെൻഡാക്കിയിട്ട് എടുക്കാൻ കഴിയൂ. അപ്പോൾ ഇതിനെ ബ്ലെൻഡാക്കിയിട്ട് എടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഇത് നല്ലോണം ബ്ലെൻഡായിട്ടുണ്ട്. ഇനി നമുക്ക് ചൈനാഗ്രാസിനൊന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം നമുക്കിതിനെ മെൽട്ടാക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് വേറെ ഏത് വെള്ളവും യൂസ് ആക്കുന്നില്ല, ഇളനീരിൻ്റെ വെള്ളം മാത്രമേ യൂസ് ആക്കിയിട്ട് ഇതിനെ മെൽട്ടാക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ ഈ പുഡിംഗ് 2 രീതിയിൽ ഇവിടെ ആക്കലുണ്ട്. ഇപ്പം ഞാൻ ഒരു മെത്തേഡ് ഷെയർ ആക്കുന്നുള്ളത്. ഇനി ഒരു മെത്തേഡ് ഇനി ഒരിക്കൽ ഷെയർ ആക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് ശരിക്കിടെ മെൽട്ടായിട്ടുണ്ട്, ഒന്നും കാണുന്നില്ല, നീറ്റായിട്ട് മെൽട്ടായിന്. ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടി ബ്ലെൻഡാക്കാനുണ്ട്. ഒരു 2 മിനിറ്റ് ഇതിനൊന്ന് തണയാൻ വെച്ചിട്ട് ബ്ലെൻഡാക്കാം. ഇല്ലെങ്കിൽ ബ്ലെൻഡറിലിടുമ്പോൾ അത് തെറിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ ബ്ലെൻഡാക്കിയിട്ടുള്ള ആ പൾപ്പിനെ ഇതിലേക്ക് ആഡാക്കിയിട്ട് ഡയറക്റ്റായിട്ട് സെറ്റാവാനും വെക്കാം. അങ്ങനെ ആക്കുമ്പോൾ ചില സമയത്ത് ചെറുങ്ങനെ എന്തെങ്കിലും ഒരു ചൈനാഗ്രാസിൽ ഒരു തെരി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ആക്കിയാൽ നമുക്ക് ചൈനാഗ്രാസിൻ്റെ തെരിയൊന്നും കിട്ടാണ്ട് നല്ല ക്രീമി ആയിട്ടുള്ള പുഡിംഗ് കിട്ടും. അപ്പോൾ ഈ വെള്ളത്തിനെ ഇതിൽ ഒഴിച്ചിട്ട് ഇപ്പോൾ ഈ സമയത്ത് വലിയ ജാർ എടുത്തിട്ട് ഒന്ന് ബ്ലെൻഡാക്കിയിട്ട് എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡാക്കാനേ ഉള്ളൂ. ഒരു 30 സെക്കൻഡ് ബ്ലെൻഡാക്കിയാലായി. അപ്പോൾ ഇതിനൊന്ന് ബ്ലെൻഡാക്കിയിട്ട് എടുക്കുക. നല്ല ചൂടുണ്ട്, അപ്പോൾ സൂക്ഷിച്ചിട്ട് ഇതിനൊന്ന് ബ്ലെൻഡാക്കിയിട്ട് എടുക്കണോ. അപ്പോൾ നമ്മൾ ഇളനീർ പുഡിങ്ങിൻ്റെ മിക്സ് റെഡിയായി. ഇനി ഇതിനെ ഒരു ട്രേയിലേക്ക് ഒഴിക്കാം. ഏത് ഷേപ്പിലുള്ള ട്രേയിൽ വേണമെങ്കിലും ഇതിനെ ഒഴിച്ചിട്ട് സെറ്റാവാനായിട്ട് വെക്കാം. പിന്നെ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് പുഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഡയറക്റ്റായിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താലായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഡെക്കറേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്കിതിനെ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സിൽ ഇതിനെ ഡെക്കറേറ്റ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ ഡെക്കറേറ്റ് ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിനെ പുറത്തെടുക്കുക. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഇത് സെറ്റായിട്ടില്ല, ചെറുങ്ങനെ സെറ്റായിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ പിസ്താച്യൂസും പിന്നെ കുറച്ച് ബദാമും ഡെക്കറേഷനൊക്കെയായിട്ട് യൂസ് ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ ഇടാം. കാഷ്യൂസ് വേണമെങ്കിൽ ഇടാം, റൈസിൻസ് വേണമെങ്കിൽ ഇടാം. നിങ്ങളെ ഇഷ്ടമുള്ള നട്ട്സിനെ ഇതിനെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ആക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഡെക്കറേറ്റ് ആക്കുന്നുള്ളത്. അപ്പോൾ ഡെക്കറേഷനെല്ലാം ആക്കിയിട്ടായി. ഇനി ഇതിനെ ഒന്നും കൂടി ഫ്രിഡ്ജിൽ സെറ്റാവാനായിട്ട് വെക്കാം. 1 മണിക്കൂർ സെറ്റാവാനായിട്ട് വെച്ചാൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ കഴിയുന്നൊരു ഈസി അതേപോലെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇത്. അപ്പോൾ നമ്മളെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് 1 മണിക്കൂറിൽ ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്.
നല്ല പാങ്ങൽ ഇത് സെറ്റായിട്ടും ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ കട്ടാക്കിയിട്ട് സെർവ് ആക്കാം. അതേപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ കട്ടാക്കിയിട്ടും എടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ആക്കി നോക്കണം. നല്ല സോഫ്റ്റായിട്ട് നല്ല ക്ലീനായിട്ട് സെറ്റായിട്ട് പെട്ടെന്ന് ആക്കിയെടുക്കാൻ കഴിയുന്നൊരു നല്ലൊരു പുഡിംഗ് റെസിപ്പി ഇത്. ആർക്കും ഇഷ്ടാവുന്നൊരു പുഡിംഗ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കിയിട്ട് ഷെയർ ആക്കിയിട്ട് സബ്സ്ക്രൈബ് ആക്കി എന്നെ സപ്പോർട്ടാക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റത്തെ വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.